നെറ്റ്ഫ്ലിക്സിന്റെ വെനസ്ഡേ സീരീസ് കണ്ട ശേഷം എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമാണ്, തിങ് ശരിക്കും ആരാണ്? സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് തിങ്ങിനെ പറ്റിയാണ്. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. 1930 തുടക്കത്തിൽ ന്യൂയോർക്ക് മാഗസീനിലൂടെയാണ് ചാൾസ് ആഡംസ് ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് തിങ്ങിനെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആദ്യകാലങ്ങളിൽ ന്യൂയോർക്ക് മാഗസീനിൽ തിങ്ങിനെ പറ്റി ഒന്നും തന്നെ മെൻഷൻ ചെയ്തിരുന്നില്ല. 1954 പുറത്തിറങ്ങിയ ഹോം ബോഡീസ് എന്ന പുസ്തകത്തിലൂടെയാണ് തിങ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഫിൽ ഹാരിസിന്റെ 1950 പുറത്തിറങ്ങിയ ദ തിങ് എന്ന പാട്ടിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ചാൾസ് ആഡംസ് തിങ്ങിന് രൂപം നൽകിയത്. അവിടുന്ന് അങ്ങോട്ട് ആഡംസ് ഫാമിലിയുടെ ടെലിവിഷൻ സീരീസിലും അതുപോലെ 90 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ മിക്ക ആഡംസ് ഫാമിലി സിനിമകളിലും തിങ് ഉണ്ടായിരുന്നു. ആഡംസ് ഫാമിലി മെമ്പേഴ്സിന് തന്നെ തിങ്ങിന്റെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വിചിത്രമായ ഈ കൈക്ക് അവർ തിങ് എന്ന് പേരിട്ടത്. തിങ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഒരു ബോക്സിനുള്ളിലായിരുന്നു തിങ്ങിനെ കാണിച്ചിരുന്നത്. കാരണം ആ കാലത്ത് ഇന്നത്തെ പോലുള്ള വിഷ്വൽ എഫക്ട്സുകളും ഗ്രീൻ സ്ക്രീനും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബോക്സിനുള്ളിലായിരുന്നു തിങ്ങിന്റെ സ്ഥാനം. പിന്നീട് വന്ന സിനിമകളിൽ സ്പെഷ്യൽ എഫക്ട്സുകളുടെ സഹായത്തോടെ തിങ് ചലിക്കാൻ തുടങ്ങി. പിന്നെ എപ്പോഴും ആഡംസ് ഫാമിലിക്ക് തിങ് ഒരു വലിയ സഹായമായിരുന്നു. അവരുടെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികളെല്ലാം തിങ് ആയിരുന്നു ചെയ്തിരുന്നത്. ഗോമസ് ആഡംസും മോർട്ടീഷ്യ ആഡംസും എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എന്ന് കാണിക്കുന്ന ഒരു എപ്പിസോഡിൽ തന്റെ കുട്ടിക്കാലം മുതൽക്കേ തിങ് വീട്ടിലെ ഒരു പ്രധാന അംഗമായിരുന്നു എന്ന് ഗോമസ് ആഡംസ് പറയുന്നുണ്ട്. പ്രധാനമായും മോർട്ടീഷ്യ ആഡംസിനെ ആയിരുന്നു തിങ് സഹായിച്ചിരുന്നത്. അതിനുശേഷം മോർട്ടീഷ്യ തിങ്ങിനെ വെൻസ്ഡേക്ക് കൈമാറുകയായിരുന്നു. തിങ്ങിനെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും മോഴ്സ് കോഡിലൂടെയോ എഴുത്തിലൂടെയോ അക്ഷരമാലകളുടെ സഹായത്തോടെയോ തിങ് ആശയവിനിമയം നടത്തുന്നു. തിങ്ങിനെ പോലെ തന്നെ വേറെ കൈകളും ആഡം ഫാമിലിക്ക് സഹായത്തിനായി ഉണ്ടായിരുന്നു. 1960കളിലെ TV സീരീസിൽ മോർട്ടീഷ്യ മീറ്റ്സ് റോയൽറ്റി എന്ന എപ്പിസോഡിൽ തിങ്ങിനെ പോലെ തന്നെ വേറെ 2 കൈകളും പ്രത്യക്ഷപ്പെട്ടു. ഒന്നിന്റെ പേര് ലേഡി ഫിംഗേഴ്സ് എന്നും അടുത്തതിന്റെ പേര് എസ്മറാൾഡ എന്നുമായിരുന്നു. ഇതിലെ ലേഡി ഫിംഗേഴ്സുമായി തിങ് പ്രണയത്തിലായിരുന്നു. 1990ലെ ഒരു സീരീസിൽ തിങ് ഈസ് മിസ്സിംഗ് എന്ന എപ്പിസോഡിൽ മോർട്ടീഷ്യയും ഗോമസും ചേർന്ന് തിങ്ങിന്റെ മാതാപിതാക്കളുടെ ഒരു ഫോട്ടോ കണ്ടെത്തുന്നുണ്ട്. ഈ സീരീസിൽ തിങ്ങിനെ പോലുള്ള മറ്റു കൈകളെ കുറിച്ചും മെൻഷൻ ചെയ്യുന്നുണ്ട്. തിങ്ങിന് അതിന്റേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. വെറും ഒരു സഹായി എന്നതിനപ്പുറം ഏതൊരു കാര്യവും തിങ്ങിന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും. തിങ് ആഡംസ് ഫാമിലിയിലെ സത്യസന്ധനായ ഒരു സെർവന്റ് ആയിരുന്നു. മറ്റുള്ളവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് തിങ്ങിനുണ്ട്. അതുതന്നെയാണ് നെറ്റ്ഫ്ലിക്സിന്റെ വെനസ്ഡേ സീരീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വെനസ്ഡേ പോലും അറിയാതെ വെനസ്ഡേക്ക് വേണ്ടി തിങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും വെനസ്ഡേ ജയിക്കുന്നത് തിങ്ങിന്റെ സഹായം കൊണ്ടാണ്. ആക്ച്വലി തിങ് ഇല്ലെങ്കിൽ ക്രാക്ക് സ്റ്റോണിനെ കണ്ടുപിടിക്കാനുള്ള വെനസ്ഡേയുടെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു പോയനെ. അതുകൊണ്ട് തന്നെ വെനസ്ഡേക്ക് തിങ്ങിനോടൊരു പ്രത്യേക സ്നേഹമാണുള്ളത്. പക്ഷെ അവൾ അത് പുറത്തു കാണിക്കുന്നില്ല എന്ന് മാത്രം. തിങ്ങിന് ആരെയും എളുപ്പത്തിൽ സുഹൃത്താക്കി മാറ്റാൻ സാധിക്കും. തിങ്ങും ഈനിഡും തമ്മിലുള്ള കണക്ഷൻ നമ്മൾ വെനസ്ഡേ സീരീസിൽ കണ്ടതാണ്. നെറ്റ്ഫ്ലിക്സിന്റെ വെനസ്ഡേ സീരീസിൽ നമ്മൾ കാണുന്ന തിങ്ങിനെ കുറച്ചുകൂടി ഡിഫറന്റ് ആയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രാങ്കൻസ്റ്റീൻ എന്ന നോവലിലെ കഥാപാത്രത്തെ പോലെ മുഴുവനും സ്റ്റിച്ചുകൾ ഇട്ടാണ് തിങ്ങിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിക്ടർ ഡോർബൻഡു എന്നൊരു റൊമേനിയൻ മെജീഷ്യനാണ് വെനസ്ഡേ സീരീസിലെ തിങ്ങിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹം ഒരു നീല ക്രോമ കീ സ്യൂട്ട് ധരിച്ചാണ് തിങ്ങിനെ അവതരിപ്പിച്ചത്. പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ അദ്ദേഹത്തിന്റെ മുഖവും ശരീരവും എഡിറ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. സോ തിങ്ങിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ഇതുവരെ വെൻസ്ഡേ സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കാണാൻ ശ്രമിക്കുക. സൂപ്പർ സീരീസ് ആണ്, നിങ്ങൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.